അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ. നമ്മൾ 8ാമത്തെ ക്ലാസ്സിൽ പഠിച്ചത് നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെ വികസിപ്പിക്കുന്ന അൽബാസത്തിനെ കുറിച്ചായിരുന്നു അല്ലേ? നമ്മളെ ഉയർത്തുന്ന റാഫിനെ കുറിച്ചും പഠിച്ചു, നമ്മളെ താഴ്ത്തുന്ന അൽ ഹാഫിദിനെ കുറിച്ചും പഠിച്ചു അല്ലേ? നമ്മൾ എത്രത്തോളം അള്ളാഹുവിനായിട്ട് വിനയം കാണിക്കുന്നുവോ അത്രത്തോളം അവന് നമ്മളെ ഉയർത്തും. ഇതൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇന്ന് നമ്മൾ 9ാമത്തെ ക്ലാസ്സിൽ നമ്മൾ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്ന 3 നാമങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അൽ മുഈസ്, അൽ മുദില്ല്, അസ്സമിയ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അൽ മുഈസ്, പ്രതാപിയാക്കുന്നവൻ. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് അംഗീകരിക്കപ്പെടണമെന്ന്, അല്ലെങ്കിൽ അവരൊന്ന് നമ്മളെ ബഹുമാനിക്കണം എന്നൊക്കെ അല്ലേ? നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവില്ല അങ്ങനെ? വീട്ടിലായാലും നാട്ടിലായാലും നമുക്ക് അർഹിച്ച ബഹുമാനം കിട്ടുന്നില്ല എന്നുള്ള പരാതി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സങ്കടം ഉള്ളവരുണ്ടാവും അല്ലെ എവിടെയും? എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ബഹുമാനവും പ്രതാപവും ഒക്കെ നൽകുന്നത് മനുഷ്യരല്ല, അത് അള്ളാഹു ആണ്. അവനാണ് അൽ മുഈസ്. നമ്മൾ അള്ളാഹുവിലേക്ക് എത്രത്തോളം അടുക്കുന്നോ അത്രത്തോളം നമ്മുടെ മുഖത്തും സ്വഭാവത്തിലൊക്കെ അവനൊരു പ്രത്യേക പ്രകാശവും ബഹുമാനവും നൽകും. നമ്മൾ ആരെയും സോപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല, ആരുടെ മുന്നിൽ അന്തസ്സില്ലാതെ നിൽക്കേണ്ട ആവശ്യമില്ല. റബ്ബിനെ മാത്രം പേടിച്ച് ജീവിക്കുന്ന ആ ഒരു രീതിയിൽ പോയാൽ മതി. റബ്ബിനെ മാത്രം പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിന് ലോകം മുഴുവൻ ബഹുമാനം നൽകാൻ അൽ മുഈസായ റബ്ബിന് സാധിക്കുമോ? ഇന്ന് മുതൽ എനിക്കാരും ബഹുമാനം തരുന്നില്ല, അല്ലെങ്കിൽ എന്നെ ആരും അംഗീകരിക്കുന്നില്ല, ഇങ്ങനെയുള്ള പരാതികൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ അവസാനിപ്പിക്കണം. നമുക്ക് റബ്ബിലേക്ക് അടുക്കാം, അവൻ നമ്മെ പ്രതാപികളാക്കും ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ ഇസ്മ അൽ മുദില്ല്, നിന്ദ്യനാക്കുന്നവൻ, നിന്ദിക്കുന്നവൻ. മുഈസ് പോലെ തന്നെ പ്രധാനാണ് മുസില്ലും. ലോകത്ത് എത്ര വലിയ പണക്കാരനായാലും അധികാരമുള്ളവനായാലും അള്ളാഹുവിനെ മറന്ന് അഹങ്കരിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അവരെ ഒന്നും അല്ലാതാക്കാൻ അള്ളാഹുവിന് കഴിയും അല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയും നിസ്സാരമായിട്ട് കാണാൻ പാടില്ല, ആരെയും കളിയാക്കാനും പാടില്ല. നമ്മൾ മറ്റൊരാളെ നിന്ദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെയും നിന്ദിക്കും. ശത്രുക്കളുടെ ശല്യം കൊണ്ട് അല്ലെങ്കിൽ അസൂയക്കാരുടെ നോട്ടം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഇസ്മ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താവും? അവരാരാണോ നിന്ദിക്കുന്നത് അള്ളാഹു അവർക്ക് സുരക്ഷ നൽകുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു നാമം ചൊല്ലി പ്രാർത്ഥിക്കാം അല്ലേ? നിങ്ങളെ ബഹുമാനിക്കാത്ത അംഗീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിച്ചാൽ മതി, മനുഷ്യരെ ഭയപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് മുദില്ല് കൊണ്ടും മുഈസ് കൊണ്ടൊക്കെ എന്ത് ചെയ്യാം? റബ്ബിലേക്ക് കൂടുതൽ അടുക്കാം. ഇനി മൂന്നാമത് പഠിക്കുന്ന ഇസ്മ അസ്സമിയ, എല്ലാം കേൾക്കുന്നവൻ. അസ്സമിയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മക്കൾ ഉറക്കുമ്പോൾ, അതും അല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ചെറിയൊരു സങ്കടം ഉണ്ടല്ലോ, അതുപോലും അള്ളാഹു കേൾക്കുന്നുണ്ട്. നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, റബ്ബ് എല്ലാം കേൾക്കുന്നുണ്ട്. നമ്മൾ പലരോടും നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയും, ചിലരത് കേൾക്കും, ചിലർ അത് കേൾക്കാതെ ഭാവം നടിക്കും. എന്നാൽ നമ്മളൊന്നും മിണ്ടിയില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ വിങ്ങൽ കേൾക്കുന്ന ഒരാളുണ്ട്.
നല്ല കൂരാക്കൂരി ഇരുട്ടത്ത് കറുത്ത പാറപ്പുറത്ത് കൂടി നടക്കുന്ന ഒരു ഉറുമ്പിന്റെ കാൽ പെരുമാറ്റം പോലും കേൾക്കുന്ന റബ്ബ്. നമ്മൾ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ അവനൊക്കെ അറിയുന്നുണ്ടല്ലേ. ഉത്തരങ്ങൾ നൽകാൻ അവനൊരിക്കലും വൈകൂല. അവൻ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് എങ്ങനെ കൊടുക്കുന്നോ അതേപോലെ തിരിച്ച് നമുക്ക് ഉത്തരങ്ങൾ വൈകാതെ ലഭിക്കും. ഇനി എൻ്റെ ലൈഫിൽ എന്നെ കേൾക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ എന്നെ ആരും അംഗീകരിക്കുന്നില്ല, ഇങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. നമ്മൾ നിശബ്ദമായിട്ടിരിക്കുന്ന സമയത്തും എന്താവുന്നുണ്ട്, അവരൊക്കെ അറിയുന്നുണ്ട്. നമുക്കിനി വളരെ ശാന്തമായിട്ട് അവർക്ക് പതുക്കെ അവനോട് സംസാരിക്കാം. അവൻ കേൾക്കട്ടെ. അവനെല്ലാം കേട്ടിട്ട് റീപ്ലൈ തരും ഇൻഷാ അല്ലാഹ്. നമ്മൾ വിശ്വാസം. നമുക്കിന്ന് മനോഹരമായിട്ടുള്ള ടാസ്കിലേക്ക് കിടക്കാം. അതായത് ഇന്ന് രാത്രി അല്ലെങ്കിൽ നിങ്ങൾ തനിച്ചിരിക്കുന്ന സമയത്ത് അസ്സമിയായ റബ്ബിനോട് നിങ്ങളുടെ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാം. ആരും കേൾക്കാത്ത ആ രഹസ്യങ്ങളൊക്കെ അവനോട് പറയാം. റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ ടാസ്ക്, ഇന്ന് നിങ്ങൾ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളോട് പോലും അള്ളാഹുവിന് വേണ്ടിയിട്ടൊന്ന് പുഞ്ചിരിക്കാം. അൽ മൊയ്സായ റബ്ബ് നിങ്ങൾക്ക് ബഹുമാനം നൽകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളോട് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ചിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഡെയിലി ചെല്ലുന്നത് പോലെ 33 വട്ടം അൽ മൊയ്സ്, അൽ മുസില്, അസ്സമിയ, ഈ 3 ഇസ്മും 33 വട്ടം ചൊല്ലുക, ദുആ ചെയ്യുക. നാളെ ഇൻഷാ അല്ലാഹ് 10ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ചെയ്യുന്നതൊക്കെയും സൂക്ഷ്മമായിട്ട് കാണുന്ന അൽ ബസ്വീറിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. നമ്മുടെ വിധി തീർപ്പാക്കുന്ന അൽ ഹക്കം, ഒട്ടും അനീതി കാണിക്കാത്ത നീതിമാനായ അൽ അദിൽ, ഈ 3 നാമങ്ങളെ കുറിച്ചിട്ട് നാളെ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.